ഹലോ നമസ്തേ വെൽക്കം ബാക്ക് ടു സേർഷീസ് ന്യൂ സെഗ്മെൻറ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. സെക്ലൂഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആരും സംസാരിക്കാത്ത ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. നമ്മൾക്ക് ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ 3 ടൈപ്പ് ആൾക്കാരെ കാണാറുണ്ട്. എക്സ്ട്രീംലി സെൽഫ് ലവിങ്, സെൽഫ് കെയറിങ്, അതേപോലെ സെൽഫ് ലവ് പ്രീച്ച് ചെയ്യുന്ന ഗ്ലോയിങ് ആയിട്ടുള്ള ആൾക്കാർ. സെക്കൻഡ് ഇസ് നോർമൽ ആയിട്ട് എല്ലാ രീതിയിലും എല്ലാം ബാലൻസ് ചെയ്യുന്ന ആൾക്കാർ. തേർഡ് ഇസ് പത്തറ്റിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ ഹെയ്റ്റ് ദംസെൽഫ്. സോ എന്താണ് സെൽഫ് ഹേറ്റഡ് എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് സെൽഫ് ഹേറ്റഡ്? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടമല്ല, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ അരോചകമായി തോന്നുന്നു. അതുമാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളെ ഹെയ്റ്റ് ചെയ്യാനും ഹേർട്ട് ചെയ്യാനും ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു മൈ ബി ഹാവിങ് സെൽഫ് ഹേറ്റഡ്. സോ എങ്ങനെ സെൽഫ് ഹേറ്റഡിനെ തിരിച്ചറിയാമെന്നുള്ളതിനെ പറ്റി നമുക്ക് സംസാരിക്കാം. നിങ്ങൾ എപ്പോഴും നിങ്ങളെ തന്നെ കൊച്ചായി കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഒരു പീപ്പിൾ പ്ലീസറാണ്. നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ എന്തും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പേഴ്സണാലിറ്റി ഇല്ല, ഒരു സ്റ്റാൻഡ് ഇല്ല, നിങ്ങൾ സ്ട്രോങ് അല്ല, നിങ്ങൾക്കറിയാം. അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെയാണ് നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്നത്. നിങ്ങൾ എപ്പോഴും യു കീപ്പ് ഓൺ റിഡിക്യൂളിങ് യുവർ സെൽഫ് ആൻഡ് യു കീപ്പ് ഓൺ ഡൂയിങ് തിങ്സ് ദാറ്റ് വിൽ റിഡിക്യൂൾ യു. പേർപ്പസ്ഫുള്ളി നിങ്ങളെ റിഡിക്യൂൾ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങൾ ഹാപ്പി ആകുന്നു എന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ യെസ് ഐ ഡിസേർവ് ഇറ്റ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു മൈറ്റ് ബി ഹാവിങ് സെൽഫ് ഹേറ്റഡ്. സോ നിങ്ങൾ നിങ്ങളെ തന്നെ വെറുക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതം ഒരു രീതിയിലും നേരെ പോകാൻ ചാൻസ് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നിങ്ങളെ തന്നെ സബോട്ടാഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എപ്പോഴും ഹിറ്റ് ബാക്സ് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു കാര്യം കാരണം തന്നെ നിങ്ങൾക്ക് നിങ്ങളൊരു നല്ല വ്യക്തിയാണ് എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല ഗുണങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് ഇതിൽ കൂടുതലും ഇൻസെക്യൂരിറ്റീസ് ട്രിഗേർഡ് ആയിരിക്കാം. നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, നിങ്ങളുടെ മെൻ്റൽ അപ്പിയറൻസ്, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അകത്ത് ഉണ്ടാകുന്ന നിങ്ങളുടെ തോട്ട്സിനെ പറ്റിയുള്ള പേടി, അതേപോലെ നിങ്ങളെ എങ്ങനെ ആൾക്കാർ പെർസീവ് ചെയ്യുന്നു എന്നുള്ള പേടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെയാണ് സെൽഫ് ഹേറ്റഡ് കൂടുതലും ട്രിഗർ ആവുന്നത്. സോ ഇങ്ങനൊരു സെൽഫ് ഹേറ്റഡ് നിങ്ങൾക്ക് ട്രിഗർ ആവുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനലൈസ് ദ സിറ്റുവേഷൻ പ്രാക്ടിക്കലി. എന്താണ് ശരിക്കും, ആരുടെ ഭാഗത്താണ് തെറ്റ്, എന്താണ് തെറ്റ്, നിങ്ങളുടെ ഭാഗത്താണോ തെറ്റ് എന്നൊക്കെ എല്ലാം അൺബയസ്ഡ് ആയിട്ട്. ഡോണ്ട് ട്രൈ ടു ഹേറ്റ് ഓൺ യുവർ സെൽഫ് ആൻഡ് analyze it. First, try understanding the situation practically and നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു സിറ്റുവേഷനെ എല്ലാവരുടെയും പോയിന്റിൽ നിന്ന് ടേക്ക് അഡ്വൈസ് ഫ്രം പീപ്പിൾ ദറ്റ് യു ട്രസ്റ്റ് ഓൺ ദ സിറ്റുവേഷൻ. ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതിനെ പറ്റിയൊക്കെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു അഡൾട്ടിനോടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നു, കുറച്ച് സെയിനായിട്ട് തിങ്ക് ചെയ്യുന്നു എന്ന് തോന്നുന്ന ഒരു വ്യക്തിയോടോ, റിലയബിളായൊരു വ്യക്തിയോടോ ചോദിച്ച് എന്താണ് സിറ്റുവേഷൻ്റെ ശരിക്കുള്ള നിങ്ങളുടെ വേർഷൻ അല്ല, ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബ്ലെയിം ടേക്കിംഗ് വേർഷൻ അല്ലാതെ ഒരു നല്ല വേർഷൻ ഓഫ് ദ സിറ്റുവേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. സോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇഫ് യു ആർ സ്റ്റാർട്ടിങ് ടു ഹേറ്റ് ഓൺ യുവർ സെൽഫ്, ആസ്ക് എ റിലയബിൾ പേഴ്സൺ അബൌട്ട് ഹൗ ദേ വ്യൂ ഇറ്റ്. ഡിഫറെൻറ്റ് ആംഗിൾസിൽ നിന്ന് അത് നോക്കാൻ ശ്രമിക്കുക. സോ പ്രാക്ടിക്കലായിട്ടും ഡിഫറെൻറ്റ് ആംഗിൾസിലൂടെയും നിങ്ങൾ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ വ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണ് അതിൻ്റെ ശരിക്കുള്ള കറക്റ്റ് പിക്ചർ കിട്ടാൻ പറ്റുന്നത്. അടുത്ത ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഹേറ്റ് യുവർ സെൽഫ്, സ്റ്റാർട്ട് ഡൂയിങ് തിങ്സ് ദാറ്റ് വിൽ മേക്ക് യു ലവ് യുവർ സെൽഫ്. അതായത് നിങ്ങൾക്ക് എന്തായാലാണ്, വാട്ട് ഈസ് ദ ബെസ്റ്റസ്റ്റ് വേർഷൻ ഓഫ് മീ, വാട്ട് ഈസ് ദ ബെസ്റ്റസ്റ്റ് വേർഷൻ ഓഫ് യു ഇൻ യുവർ മൈൻഡ് എന്നുള്ള സംഭവം ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു സോഴ്സിൽ ലൈക്ക് എഴുതുക. ആൻഡ് വാട്ട് ഓൾ ക്വാളിറ്റീസ് ഡസ് ദ ലൈക്ക് ബെസ്റ്റസ്റ്റ് വേർഷൻ ഓഫ് യു ഹാവ് എന്നുള്ളതും എഴുതുക. പാസ്റ്റ് എക്സ്പീരിയൻസ് കാരണമാണ് നിങ്ങളിൽ സെൽഫ് ഹേറ്റഡ് ഉള്ളതെന്നുണ്ടെങ്കിൽ ട്രൈ ഹീലിംഗ് ഫ്രം ഇറ്റ് ആൻഡ് ട്രൈ സീക്കിംഗ് പ്രൊഫഷണൽ ഹെൽപ്പ് ടു ഹെൽപ്പ് യു ഹീൽ ഫ്രം ഇറ്റ്. ഒരു തെറാപ്പിസ്റ്റിനെ കാണുക. അതേപോലെ നിങ്ങൾ തന്നെ അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുക ആൻഡ് ട്രൈ ടു ഹീൽ ഫ്രം യുവർ പാസ്റ്റ് സോ ദാറ്റ് യു ഡോണ്ട് ഹേറ്റ് യുവർ സെൽഫ് ഇൻ യുവർ ഫ്യൂച്ചർ ആൻഡ് സോ ദാറ്റ് യു ഡോണ്ട് റൂയിൻ യുവർ ഫ്യൂച്ചർ വിത്ത് യുവർ സെൽഫ് ഹേറ്റഡ്. സോ കൂടുതലും സെൽഫ് ഹേറ്റഡ്
കുറച്ച്, അതായത് വളരെ ഒരു 0.1% സെൽഫ് ഹേറ്റഡ് ഒക്കെ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഇഫ് ഇറ്റ് ഈസ് ഫ്യൂവലിങ് യു ഇറ്റ് ഈസ് ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഫ്യൂവലിങ് യു ടു ബി ബെറ്റർ ഇറ്റ് ഈസ് ഓക്കെ. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളെ വെറുക്കുന്നത് കൊണ്ട് നിങ്ങൾ താഴേക്ക് പോകരുത്. അങ്ങനെ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് യുവർ മൂഡ് ഇസ് ഗോയിങ് ഡൗൺ, ഇഫ് യുവർ മെട്രിക്സ് ഇസ് ഗോയിങ് ഡൗൺ, സോ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ് യു നീഡ് ഹെൽപ്പ്. ആൻഡ് ഇങ്ങനെ സെൽഫ് ഹേറ്റഡ് ഒരു കാരണവശാലും വെച്ച് സൂക്ഷിക്കേണ്ട ഒരു സംഭവമല്ല. ബിക്കോസ് യു ആർ ഓൾ ഡിവൈൻ ആൻഡ് യു ഹാവ് എ ലൈറ്റ് ആൻഡ് എ പ്രസൻസ് ഓഫ് ഗുഡ്നെസ് ഇൻസൈഡ് യു. എവറി പേഴ്സൺ ഹാസ്. സോ അത് ഉറപ്പായിട്ടും എന്താ പറയുക, അത് ഉറപ്പായിട്ടും വാലിഡേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ്. നിങ്ങളൊരു കാരണവശാലും നിങ്ങളെ തന്നെ വെറുക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഡേ ബൈ ഡേ യു ഹേറ്റിംഗ് ഓൺ യുവർ സെൽഫ് വിൽ ഓൺലി മേക്ക് യുവർ സിറ്റുവേഷൻ വേഴ്സ്. അപ്പോൾ ടിപ്സിൽ നമ്മൾ 4-മതായിട്ട് കേട്ടത് പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക, ഹീൽ ഫ്രം യുവർ പാസ്റ്റ്. ആൻഡ് 5th-ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഡെയിലി, മാനിഫെസ്റ്റ് ഡെയിലി അബൌട്ട് ഹൗ യു വാണ്ട് ടു ലവ് യുവർ സെൽഫ് ആൻഡ് വാട്ട് ആർ ദ മെത്തേഡ്സ് ദാറ്റ് യു ഗോയിങ് ടു ഡിവൈസ് ടു ലവ് യുവർ സെൽഫ്. അങ്ങനെ ഒരു മാനിഫെസ്റ്റിംഗ് ചാർട്ട് ആയിട്ട് തന്നെ എഴുതുക എന്നുള്ളതാണ്. ആൻഡ് ട്രൈ ടു അച്ചീവ് ഇറ്റ്. സെറ്റ് യുവർ ഗോൾസ് റൈറ്റ് ആൻഡ് ട്രൈ ടു അച്ചീവ് ഇറ്റ്. അങ്ങനെയാണ് ഇപ്പോൾ നമുക്കൊരു സെൽഫ് ഹേറ്റഡ് ഫേസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കുക. ഒരു കാരണവശാലും സെൽഫ് ഹേറ്റഡ് കാരണം ഇപ്പോൾ സെൽഫ് ഹാമിലോട്ടൊക്കെ പോകുന്ന ഒരു രീതിയിലേക്ക് സംഭവങ്ങൾ പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ സെൽഫ് ഹേറ്റഡ് കാരണം എന്താ പറയുക, ആൽക്കഹോളിസം അല്ലെങ്കിൽ സ്മോക്കിംഗ്, അതും അല്ലെങ്കിൽ ഇപ്പോൾ സെൽഫ് ഹാമിലോട്ട്, അതായത് ബോഡിലി ഹാമിലോട്ടൊക്കെ പോകുന്ന ആൾക്കാർ ഉണ്ടാവാം. പക്ഷേ ലൈക്ക് അത്രയും അത് ട്രിഗർ ആവാതെ, ഇപ്പം അഥവാ അത്രയും ട്രിഗേർഡ് ആണെങ്കിൽ തന്നെ യു ക്യാൻ സീക്ക് ഹെൽപ്പ്. സോ ബി മൈൻഡ്ഫുൾ ഓഫ് യുവർ സെൽഫ്, ബി കണ്ടന്റ് ഇൻസൈഡ് യുവർ സെൽഫ്. യുവർ ബോഡി ആൻഡ് യുവർ മൈൻഡ് ഈസ് യുവർ ടെമ്പിൾ. സോ കീപ് ഇറ്റ് ക്ലീൻ, കീപ് ഇറ്റ് ഹാപ്പി ആൻഡ് കീപ് ഇറ്റ് ഡിവൈൻ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.